ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പതിപോലെ തന്നെ രാവിലെ തന്നെ കേട്ടോ ധോനി ബേബി അമ്മയുടെ കൂടെ അതാ കൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയ്ക്ക്. അപ്പോൾ ഒരു പേഴ്സിൻ്റെ പഴയത് ജ്വല്ലറി എന്നൊക്കെ കൊണ്ടുവന്നൊരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കറക്കി കളിക്കുന്നൊക്കെ ഉണ്ട് ആള്. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ, അനിയത്തിയും കുട്ടികളും വിഷുവിന് വന്നതാട്ടോ. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നിൽക്കാൻ പറ്റുന്ന സമയത്ത് നിൽക്കുക. അപ്പോൾ അവർക്ക് ഇനി സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരാനോ പോവാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും നിന്നു കേട്ടോ. 10 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ അനിയത്തി പ്രസവിച്ച് കിടക്കുകയാണല്ലോ. അവൾ 56 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി 56 കഴിഞ്ഞ് ഇനി 90-നാണ് അവൾ പോണത് കേട്ടോ. അപ്പോൾ അതുവരെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോഴതിന് മുന്നേ അവൾ പോവും, ചെറിയ അനിയത്തി പോവും കേട്ടോ. ഞാനിനിയിപ്പോൾ എന്തായാലും ഇനി 2-3-4 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനും പോവും. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചുള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ രാവിലത്തെ ചായയും കടി ഉണ്ടാക്കണതിൻ്റെയൊക്കെ തിരക്കിൽ കേട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതാ രാവിലെ എല്ലാ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം അതാ അരി അടുപ്പത്തിടുക കേട്ടോ. വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മേനെ കേട്ടോ അടുക്കളയിൽ. ഇപ്പോൾ ചെറിയ അനിയത്തി കുട്ടിക്ക് കണ്ണെഴുതലും അവളെ കുളിപ്പിച്ച് കൊടുത്തപ്പോൾ കണ്ണെഴുതലും അവൾ കുളിക്കലും ആ തിരക്കൊക്കെ ആയിരുന്നു. അതിന് ശേഷം വലിയ അനിയത്തി കുട്ടികളുടെ എല്ലാവരുടെയും തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അലക്കണ തിരക്കിലാണ് അവൾ. അപ്പോൾ അങ്ങനെ ഓരോരോ തിരക്ക് ഓരോരുത്തർക്ക് കിട്ടും. ധോനി ബേബി അവിടെ ഹാളിൽ അങ്ങനെ കോലായിൽ അവളെ കടത്തിയിരിക്കുകയായിരുന്നു. അവൾ കളിക്കുകയാണെങ്കിൽ ഞങ്ങളെ കാണും ചെയ്യുക അവിടെ നിന്ന് കളിക്കുമ്പോൾ. അപ്പോൾ അവൾ വാശി പിടിക്കൂല, ആളടുത്തുണ്ടെങ്കിൽ വാശി പിടിക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിടൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോര് വെക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വെച്ചു കേട്ടോ. കുട്ടികൾ ഇങ്ങനെ തെരിതെരിയാനെ ഭക്ഷണം കഴിച്ചിട്ട് ഓരോന്ന് കൊണ്ടുവന്നിടും അവർ. അപ്പോൾ നമുക്ക് എപ്പോഴും പാത്രത്തിൽ സിങ്കിൽ എപ്പോഴും ഉണ്ടാകും പാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകൽ തന്നെ ആയിരിക്കും പണി. അപ്പോൾ അവളും ഇങ്ങനെ പറയും, അനിയത്തിയും പറയും, വീട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചേച്ചി അവർ ഓരോരുത്തരും നമ്മൾ കഴിക്കുന്ന സമയത്തൊന്നും അവർ കുട്ടികൾ വന്ന് കഴിക്കില്ല. അവർക്കൊരു സമയമുണ്ട്, ആ സമയത്ത് അവർ വരുള്ളൂ. അപ്പോൾ കളിയുടെ തിരക്കായിരിക്കും. ആ കളിത്തിരക്ക് കഴിഞ്ഞിട്ട് അവരെപ്പോഴാണ് വിശക്കണെന്ന് വെച്ചാൽ അപ്പോൾ വന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കാറാണ്. അപ്പോൾ വിളിച്ചു കൊടുത്ത് അവർ കഴിക്കൂല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കഴിച്ചതിൻ്റെ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് കഴുകി വെച്ച് വീതനപ്പറൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൃത്തിയാക്കി ഇടുക കേട്ടോ. പിന്നെ അനിയത്തി ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടിയുടെ കണ്ണെഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ, കണ്ണെഴുതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ അനിയത്തി ദാഹിച്ച് വലഞ്ഞ് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് ഇത്തിരി കഞ്ഞിവെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ല ആവണുള്ളൂ പറഞ്ഞപ്പോൾ പച്ചവെള്ളം മതി പറഞ്ഞു. അവൾക്ക് ചൂടുവെള്ളം തന്നെ കുടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് തൊണ്ടവേദന വരുള്ളൂ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചൂടുവെള്ളം ഇല്ലാത്തതുകൊണ്ട് അപ്പം എന്നാൽ പച്ചവെള്ളം തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ അനിയത്തി പച്ചവെള്ളം എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഓരോരോ രാവിലത്തെ ഓരോരോ തിരക്ക് കേട്ടോ. അമ്മ ഉള്ളപ്പോൾ അമ്മയോടൊപ്പം കുറച്ച് ദിവസം വന്ന് നിൽക്കണതിൻ്റെ ഒരു സന്തോഷമൊക്കെ വേറെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോവാനും വരാനൊന്നും അച്ഛൻ വീടും അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അമ്മ വീട്ടിലേക്ക് തന്നെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ഉള്ളു വരാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം തന്നെ. ഞങ്ങൾ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് പോവാനും വരാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും 3 പിന്നെ ഇപ്പം അമ്മ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഒരു ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് കിട്ടുമ്പോൾ ഓടി വരിക അമ്മയുടെ അടുത്തേക്ക്. അതൊരു സന്തോഷമാണ്. അപ്പോൾ കുട്ടികൾക്കും തന്നെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അനിയത്തിൻ്റെ പിള്ളേർക്കൊക്കെ പൊന്നംകോട്ടിക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞു. ഇതാ ചോറൊക്കെ അടുപ്പത്തിട്ട് വെന്തുട്ടോ അമ്മ വാർത്ത് വെച്ചു. പിന്നെ ഞാൻ ധോനി ബേബിനെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാൻ കൊടുക്കലും ആ തിരക്കായിട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് ക്യാബേജാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അമ്മ അതരിക. അപ്പോൾ ആ സമയത്താണ് കുട്ടികൾ താഴത്തെ വീട്ടിലേക്ക് മേമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് കുട്ടികൾ കുറേ നേരമായി അങ്ങോട്ട് പോന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ തിരഞ്ഞു വന്ന കേട്ടോ. അപ്പോൾ മേമ്മയുടെ വീട്ടിൽ കളിക്കുകയാണ് അവർ. അപ്പോൾ ക്യാബേജ് തോരനും പിന്നെ പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് വറക്കണം കേട്ടോ. പൊട്ടിച്ച് വറുത്തതാണ് ഇന്ന് കേട്ടോ സ്പെഷ്യൽ. ഈ പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് വറക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു പാക്കറ്റ് പപ്പടമൊക്കെ അമ്മ മേടിച്ചിട്ട് വരും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പൊട്ടിച്ച് വറുത്ത് തരും കേട്ടോ. അപ്പം തലേ ദിവസം കുറച്ച് മീൻപുളി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമാന്തരം മീൻപുളിയും. അപ്പോൾ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കറി വെച്ചിട്ടില്ല. അപ്പോൾ ആ കറിയും പപ്പടം പൊരിച്ചതും എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചത് കേട്ടോ. അതിനുശേഷം കുറച്ച് തുണികളൊക്കെ അലക്കാണ്ടായിരുന്നു കേട്ടോ. വലിയ അനിയത്തി കുറച്ച് അലക്കിയിട്ടായിരുന്നു. തലേദിവസം വെള്ളമില്ലാത്തതുകൊണ്ട് കുറച്ച് തുണികൾ അധികം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, കുട്ടികളും ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ വെള്ളം. ഇപ്പോൾ കനാലിലും തോട്ടിലും ഒന്നും വെള്ളമില്ല. അതുകൊണ്ട്
പൈപ്പ് വെള്ളത്തിൽ തന്നെ വേണം ഞങ്ങൾക്കെല്ലാം അലക്കാനല്ല, അത്രയും ആൾക്കാരുള്ളതല്ലേ. അപ്പോൾ വെള്ളം കുറവായിരുന്നു തലേ ദിവസം. അപ്പോൾ കുറേ ദിവസം അപ്പോൾ ഒരു ദിവസത്തെ അധികം തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേശ്ശെ അവരൊക്കെ തളരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ അലക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അലക്കിയിട്ട് വന്നു. പിന്നെ അപ്പോഴത്തേന് വന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഒരു 4-4:30 ആയപ്പോഴാട്ടോ ഞാൻ എണീറ്റത്. അപ്പോഴത്തേനും അമ്മ വൈകുന്നേരത്തിനുള്ള ചോറും കൂടി അടുപ്പത്തിട്ട് വാർത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അമ്മ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനി റേഷൻ കടയിലേക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ സമയത്താണ് രാജേഷ് ഏട്ടൻ വന്നത്. ഞാൻ വേഗം നീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വേഗം ചായക്ക് വെള്ളം വെച്ചു. ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് പിന്നെ കുട്ടികൾ ഈ ചൂട് കാരണമൊക്കെ അവരാണെങ്കിൽ ഭയങ്കര ദാഹം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വരും. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരും അവർ. അപ്പോൾ ഈ ചൂട് നല്ല ചൂടാണ്. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ചൂടാണെന്ന് അറിയാം. ഈ റോഡും ഈ മണ്ണൊക്കെ ഇങ്ങോട്ട് ചൂടായാലേ പിന്നെ ഇവിടെ നിന്ന് തണലേ ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് മരങ്ങളൊന്നും കുറവായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ രാജേഷ് ഏട്ടൻ വന്നപ്പോൾ കുട്ടികൾക്ക് സിപ്പപ്പ് എന്തോ കൊണ്ടുവന്ന് വന്ന്. അപ്പോൾ അത് മേടിച്ചിട്ട് വരിക കേട്ടോ കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഞാൻ ചായക്ക് വെള്ളമൊക്കെ ഇത് തന്നെ വെച്ചു കേട്ടോ, അടുപ്പിൽ തന്നെ വെച്ചു. കാരണം ഗ്യാസിലേക്കൊന്നും പോയില്ല. കാരണം അതിൽ കുറച്ച് കനലുണ്ടായിരുന്നു. അപ്പോൾ ആ കനലിൽ ഞാൻ 2 കൊള്ളിയിട്ടിട്ട് വേഗമായി തന്നെ തീ കത്തിച്ചു കേട്ടോ. പിന്നെ വേഗം ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ രാജേട്ടൻ സിപ്പപ്പൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സിപ്പപ്പ് കഴിക്കുന്ന കണ്ടപ്പോൾ കുട്ടി അതിനിങ്ങനെ തണുപ്പല്ലേ, അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അപ്പോൾ കുപ്പി ഫീഡിങ് ബോട്ടിൽ അവൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാജേട്ടൻ കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, ഒക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തു കേട്ടോ. അതിലൊരുപാട് സന്തോഷമുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ അങ്ങനെ അമ്മ റേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ചായയൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പിന്നെ ഞങ്ങളോട് യാത്ര പറഞ്ഞൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.